വിവാദങ്ങൾക്കിടെ ചെഗുവേരയെ ഉദ്ധരിച്ച നടി ഭാവന. ലോകത്താർക്കെതിരെയും അനീതി സംഭവിച്ചാൽ അവരോട് ഐക്യപ്പെടണമെന്നാണ് പോസ്റ്റ്. നടിയുടെ പോരാട്ടത്തെ ഓർമ്മിപ്പിച്ച് പാർവതി തിരുവോത്തും മഞ്ജു വാര്യറും രമ്യ നമ്പീശനും ഗീതു മോഹൻദാസും രംഗത്തെത്തി. ഇതിനെല്ലാം തുടക്കം കുറിച്ചത് ഒരു സ്ത്രീയുടെ പോരാടാനുള്ള ധൈര്യമാണെന്ന് ആരും മറക്കരുതെന്ന് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിൽ താരങ്ങൾ പറഞ്ഞു. അലി അക്ബർ ഷാ ചേരുന്നുണ്ട്. അലി, ഈ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ പോരാട്ടങ്ങൾക്കെല്ലാം തുടക്കം കുറിച്ച ഒരുവളാണ്. എന്തായിരുന്നു ഭാവനയുടെ പ്രതികരണം? എന്തായിരുന്നു ആ പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഈ സമീപ ദിവസങ്ങളിലൊക്കെ മലയാള സിനിമയുടെ വിവിധ മേഖലകളിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീകൾ അതീവ ഗുരുതരമായ നിരവധി വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തിയിരുന്നു. ഇപ്പോഴും ആ വെളിപ്പെടുത്തലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ എല്ലാം തുടക്കമെന്ന് പറയുന്നത് 2017 നടി ആക്രമിക്കപ്പെട്ട കേസും അതിനുശേഷം ആ നടി നടത്തിയ നിയമ പോരാട്ടവും അവർ കാണിച്ച ധൈര്യവും തന്നെയാണ്. ആ വിഷയവുമായി ബന്ധപ്പെട്ട്, ആ കേസുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഇടപെടൽ ആദ്യഘട്ടത്തിൽ തന്നെ അവർ നടത്തിയിരുന്നു. ആ നടി അതിൽ പരാതി നൽകുന്നു. ആ പരാതി പല വിഷമഘട്ടങ്ങൾ ഉണ്ടായപ്പോഴും അവർ അതിൽ ഉറച്ചു നിൽക്കുന്നു. അതിനുശേഷം ഈ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ പല ദിക്കിൽ നിന്നുണ്ടായപ്പോഴും അതിനെല്ലാം പ്രതിരോധിച്ചുകൊണ്ട് അവർ ശക്തമായി തന്നെ നിലകൊണ്ടിരുന്നു. പിന്നീടാണ് ഈ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ടുള്ള വിഷയം, കോടതിയിലെ വിഷയം ഉണ്ടാകുന്നതും അത് റിപ്പോർട്ടർ ചാനൽ കൃത്യമായി നമ്മൾ അതിൽ ഇടപെട്ടതാണ്. ആ സമയത്തും അവർ കൃത്യമായ നിലപാട് സ്വീകരിച്ച് നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് ഉറച്ചു തന്നെ നിന്നു. അവർ കാണിച്ച ആ ധൈര്യം, ആ വിഷയത്തിൽ അവർ കാണിച്ച ആ ധൈര്യം ഈ സിനിമാ മേഖലയിൽ ആക്രമിക്കപ്പെട്ട, അതിക്രമം നേരിട്ട നിരവധിയായ സ്ത്രീകൾക്ക് തുറന്നു പറച്ചിലുകൾക്കുള്ള ധൈര്യം നൽകിയിരുന്നു. അതിനുശേഷമാണ് ഈ WCC ഉൾപ്പെടെയുള്ള ഒരു സംഘടനയുടെ രൂപീകരണത്തിലേക്ക് വരുന്നത്, പിന്നീട് ഹേമ കമ്മിറ്റിയിലേക്ക് വരുന്നത്, പിന്നീട് ഇപ്പോൾ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വരുന്നത്. അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമാണ്, ഇവർക്കെല്ലാം തന്നെ ഊർജ്ജമായിട്ടുണ്ട് ആ നടിയുടെ ധൈര്യം, നിയമ പോരാട്ടം എന്നുള്ളത്. അതിനെ ചേർത്ത് പിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ അഭിനന്ദിച്ചുകൊണ്ടാണ് ഇപ്പോൾ നിരവധി ആളുകൾ, സിനിമാ മേഖലയിൽ നിന്നുള്ള ആളുകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പോസ്റ്റുകൾ പങ്കുവെക്കുന്നത്. പ്രധാനമായും ആ കേസുമായി ബന്ധപ്പെട്ട് ആക്രമിക്കപ്പെട്ട നടിയോടൊപ്പം നിന്നിരുന്ന WCCയിലെ അംഗങ്ങൾ, പാർവതി തിരുവോത്ത്, അതുപോലെ തന്നെ രമ്യ നമ്പീശൻ, ഗീതു മോഹൻദാസ് ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഒരു കോട്ട്, അതായത് ഇതിന്റെ എല്ലാം തുടക്കം നമ്മൾ മറന്നു പോകരുത്, ഒരാൾ കാണിച്ച, ഒരു സ്ത്രീ കാണിച്ച, ഒരു നടി കാണിച്ച ധൈര്യത്തിൽ നിന്നാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ സംഭവങ്ങളുടെ എല്ലാം തുടക്കം എന്ന് അർത്ഥമാക്കുന്ന ഒരു കോട്ട് പങ്കുവെക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം ഈ ആക്രമിക്കപ്പെട്ട നടി തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു, ചെഗുവേരയുടെ ചിത്രത്തോടുകൂടി. അതിലെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: എബോവ് ഓൾ, ഓൾവേസ് ബി കാപ്പബിൾ ഓഫ് ഫീലിംഗ് ഡീപ്ലി എനി ഇൻജസ്റ്റിസ് കമ്മിറ്റഡ് അഗെയിൻസ്റ്റ് എനിവൺ എനിവർ ഇൻ ദ വേൾഡ്. അതായത് ഏത് അനീതിയുമാകട്ടെ, അത് ലോകത്തിന്റെ ഏത് ദിക്കിലും ആർക്കെതിരെയും ഉണ്ടായതാകട്ടെ, ആ അനീതിയെ അനീതിയായി തിരിച്ചറിയാൻ നമുക്ക് കഴിയണം, അത് നമുക്ക് നേരെയുണ്ടായ അനീതിയായി കാണാൻ നമുക്ക് കഴിയണം എന്നർത്ഥം വരുന്ന ചെഗുവേരയുടെ വാക്ക് ഈ ആക്രമിക്കപ്പെട്ട നടി തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും സമൂഹ മാധ്യമങ്ങളിലാകെ തന്നെ ഈ ആക്രമിക്കപ്പെട്ട നടിയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നിരവധിയായ പോസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അവർ നൽകിയ ഊർജ്ജമാണ് ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ ഉൾപ്പെടെ ഗുരുതരമായ, അതീവ ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ നടത്താൻ ഈ സ്ത്രീകൾക്ക് പ്രചോദനമായത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള നിരവധി പോസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് അവർക്ക് കൂടിയുള്ളതാണ്, അല്ലെങ്കിൽ ഏറ്റവും അധികം അവർക്ക് അർഹതപ്പെട്ടതാണ്. അവർ പകർന്ന ഊർജ്ജം, ധൈര്യം, ആ നിയമ പോരാട്ടവുമായി ഉറച്ചു നിൽക്കുമെന്നുള്ള ആ സ്റ്റേറ്റ്മെന്റ്, അത് തന്നെയാണ് ഇത്രയും വലിയ കോളിളക്കങ്ങൾക്ക്, മലയാള സിനിമാ മേഖലയിലെ ഈ പല പുഴുക്കുത്തുകളെയും തുറന്നു കാണിക്കുന്ന നിലയിലുള്ള ഇത്രയും വലിയ കോളിളക്കങ്ങൾക്ക് വഴിവെച്ചത്.